നമുക്ക് മൊത്തം 13 ചാപ്റ്റേഴ്സ് ആണ് ബയോളജിയിൽ പഠിക്കാനുള്ളത്. പക്ഷെ ഏതൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ്? ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. സോ നമുക്ക് തുടങ്ങാം. ആ 13 ചാപ്റ്റേഴ്സിൽ 5 ചാപ്റ്റേഴ്സ് നമുക്ക് ബോട്ടണിയിലും വരും, ബാക്കി ചാപ്റ്റേഴ്സ് വരുന്നത് സുവോളജിയിലുമാണ് അല്ലെ. സോ ഇതില് ബോട്ടണിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട ചാപ്റ്റർ നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 9 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 9 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് അതും കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്. ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ കൂടി ചേർത്ത് കഴിഞ്ഞാൽ 9 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതായത് ഈ 2 ചാപ്റ്റർ മാത്രം നോക്കിയാൽ തന്നെ സുവോളജിയിൽ 30ന് 15ൽ കൂടുതലുള്ള മാർക്ക് ആയി കഴിഞ്ഞു ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന്. അത് കഴിഞ്ഞ് ബയോടെക്നോളജി ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനിൽ നിന്ന് 5 മാർക്കോളം ചോദിച്ചിട്ടുണ്ട്. എക്കോസിസ്റ്റത്തിൽ നിന്ന് ഒരു 7 മാർക്കോളം ചോദിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഓപ്ഷൻസ് ഉള്ളതും കൂടി ചേർത്തിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്ന അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ടോട്ടൽ 30ക്ക് എബവ് വരും, കാരണം ഓപ്ഷൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട്. ഇനി സുവോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ രാജാവ് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് തന്നെയാണ്. അതിൽ നിന്ന് കഴിഞ്ഞ വർഷം നമുക്ക് 7 മുതൽ 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ തോളോട് തോൾ ചേർന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ കൂടി നിൽപ്പുണ്ട്. അതിൽ നിന്നും 7 മാർക്കിനോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. അതിൽ നിന്ന് 6 മാർക്കിനാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ഒരു 4 മുതൽ 5 മാർക്ക് റേഞ്ചിലാണ് കിടക്കുന്നത്. അതിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ് 5 മാർക്കിൽ വരുന്നത്. എന്നാൽ വളരെ കുറച്ച് മാർക്കിന് ചോദിച്ച കഴിഞ്ഞ വർഷം മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ നിന്നാണ് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ ഒരു പാറ്റേൺ. അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാകാം. എന്നാലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ എല്ലാ വർഷവും ഈ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. ബോട്ടണിയിൽ വരുമ്പോൾ ബയോടെക്നോളജി അതിന്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസും അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും, ഒപ്പം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ബയോടെക്നോളജി ആപ്ലിക്കേഷൻ കൂടി പഠിച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ കൂടി പഠിച്ചു വയ്ക്കാം ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് വേണ്ടിയിട്ട്. സുവോളജിയിലേക്ക് വരുമ്പോൾ നമ്മുടെ മോളിക്കുലർ ബേസിസും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസും, ഒപ്പം ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തോ അല്ലെങ്കിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹ്യൂമൻ ഹെൽത്തോ അങ്ങനെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ കൂടി നിങ്ങൾക്ക് കൂടെ പഠിച്ചു വെക്കാവുന്നതാണ്. സോ ഇതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയിൽ വരുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതെല്ലാം പഠിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ബയോളജിയിൽ ഒരു 40 എബവ് മാർക്സ് ഉറപ്പിക്കാം. അഷ്വേർഡ് ആണ്, അല്ലോ ഗ്യാരണ്ടി ആണ്, നോ ഡൗട്ട്. ഓക്കെ, അപ്പോൾ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യുന്നതിൽ സെറ്റ് ആക്കാം. സൈലം കൂടെയുണ്ട്. നമ്മുടെ എല്ലാ യൂട്യൂബിൽ വരുന്ന ലൈവുകളും നിങ്ങൾ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് വരിക. ക്ലിയർ ആയിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് A+ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, ഉറപ്പ്. ഓക്കെ, സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.